വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലലീഗയെക്കുറിച്ചും FA കപ്പിൽ ഇന്ന് നടന്ന മത്സരത്തെക്കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ലലീഗ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് കത്തുകയാണ്. ഓരോ മത്സരം കഴിയും തോറും ആ ടോപ്പ് 3 ലീഡ് കംപ്ലീറ്റ്ലി മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ റയൽ ബെറ്റിസിനെതിരെ 2-1 പരാജയപ്പെട്ടു. ബാഴ്സ 4-0 റയൽ സോഷ്യദാദിനെതിരെ വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 1-0 ജയിച്ചു, 2ാം സ്ഥാനത്തിലുണ്ട്. അങ്ങനെ 3 ടീമുകളും ആ ഒരു ടൈറ്റിലിനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് റയലിന്റെ മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഏർലി ഗോൾ അഡ്വാൻറ്റേജ് ഒക്കെ റയലിന് ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു. 10ാം മിനിറ്റിൽ എംബാപ്പയുടെ ഒരു കിടിലം മൂവ്, പുള്ളി കൊടുത്തിട്ടുള്ള ഒരു പാസ്, ഗോൾ കീപ്പർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ബ്രഹീം ഡിയാസ് സ്കോർ ചെയ്യുന്നു. 1-0 ലീഡിലേക്ക് റയൽ എത്തുകയാണ്. പക്ഷേ അത് മുതലാക്കാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ റയലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. റയൽ 9 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇരട്ടി ചാൻസുകൾ റിയൽ ബാറ്റിസിന്റെ സൈഡിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ആന്റണി, എൻ്റെ പൊന്നോ, പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റിസിലേക്ക് പോയതിനു ശേഷം വേറൊരാളായി മാറി തന്നെ പറയേണ്ടി വരും. ടേക്ക് ഓൺ ചെയ്യുന്നതായാലും ഡ്രിബിളിംഗ് ആയാലും കൊടുക്കുന്ന ക്രോസസ് ആയാലും ഒരു ഡിഫറെന്റ് ആന്റണീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുള്ളി തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇസ്കോയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇസ്കോ ആണ് റിയൽ ബെറ്റിസിനെ ജയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പുള്ളിയുടെ ഒരു സെറ്റ് പീസിൽ നിന്നാണ് ഒരു കിടിലം ഗോളോടെ കാർഡോസോ 1-1 റിയൽ ബെറ്റിസിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി കൂടി വന്നതോടെ 2-1 ലീഡിലേക്ക് റിയൽ ബെറ്റിസ് എത്തുകയും ചെയ്തു. ഇവിടെ റോഡ്രിഗേസ് വളരെ ക്ലെവറായിട്ട് ഒരു അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഷീൽഡ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ റോഡ്രിഗയുടെ മുമ്പിലേക്ക് 18 യാർഡ് ബോക്സിൽ വരുമായിരുന്നു. ആ ഒരു മൊമെന്റം കൊണ്ട് പുള്ളിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഫൗൾ കൺസീഡ് ചെയ്തു. ഓൺഫീൽഡ് റഫറി റയൽ ബെറ്റിസിന് പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്കോ അത് കൺവേർട്ട് ചെയ്യുന്നു. 2-1 ലീഡിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നീട് ശരിക്കും നോക്കിയാൽ എംബാപ്പയ്ക്ക് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ 1-2 മൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നടന്നില്ല. കളി അവസാനിക്കുമ്പോൾ 2-1 ലീഡോടെ റിയൽ ബെറ്റിസ് ജയിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. കളിക്ക് ശേഷം കാര്യങ്ങൾ കുറച്ച് ഹീറ്റപ്പായി, ചെറിയ ഉന്തും തള്ളും യെല്ലോ കാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 3 പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്നാൽ ബാഴ്സക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവര് റിയൽ സോഷ്യദാദിനെതിരെ 4-0 ഒരു അടിപൊളി വിക്ടറി തന്നെയാണ് നേടിയത്. ഇവിടെ ഒരു ഏർലി കാർഡ് ബാഴ്സയെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിച്ചു എന്ന് പറയേണ്ടി വരും. ഓൾമോയെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് രീതിയിൽ ലാസ്റ്റ് മേനെ ഫൗൾ ചെയ്തതുകൊണ്ട് റെഡ് കാർഡ് കിട്ടി. റിയൽ സോഷ്യദാദ് 10 ആളിലേക്ക് ചുരുങ്ങുകയായിരുന്നു. അത് ശരിക്കും മുതലാക്കാൻ ബാഴ്സലോണക്ക് ആ മത്സരത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. 33 ചാൻസുകളാണ് ബാഴ്സലോണ ആ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. കംപ്ലീറ്റ് ഡോമിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം മാത്തമാറ്റിക്കലി ആ ഒരു അഡ്വാൻറ്റേജ് വളരെ കൃത്യമായിട്ട് മുതലാക്കിയ സിറ്റുവേഷനാണ്. യമാലിന്റെ കാര്യം, എൻ്റെ പൊന്നോ, പുള്ളി റൈറ്റ് വിങ്ങിന്ന് ഒരു 3-4 പ്രാവശ്യം ഡ്രിബിളിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാതിരി ഡ്രിബിളിംഗ് ആണ്. 3-4 പേരൊക്കെ ഡ്രിബിൾ ചെയ്ത് ഒരു ക്രോസ് പോസ്റ്റിലേക്ക് ഇടുന്നു. പിന്നീട് ഓൾമോസ്റ്റ് സ്കോർ ചെയ്യുന്നു. അരോഹയുടെ സൈഡിൽ നിന്ന് ഗോൾ വരുന്നു. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷുകൾ ബാഴ്സയുടെ സൈഡിൽ നിന്ന് വന്നു. ഇതെന്തായാലും ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള 3 പോയിന്റുകളാണ്. ഈ മൊമെന്റം അവർ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 2 പേരുടെ ഇടയ്ക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ 1-0 ജയിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആ മത്സരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഗോൾ അടിച്ചതിന് ശേഷം കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടാണ് അവർ കളിച്ചത്. സിമിയോണിയുടെ യൂഷ്വൽ ടാക്ടിക് തന്നെ ആയിരുന്നു. കളിയിൽ പിടിച്ചു നിൽക്കുക, 3 പോയിന്റ് സെക്യൂർ ചെയ്യുക. അത് വ്യക്തമായിട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ലലീഗ ടേബിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ടേബിളാണ് നമ്മൾ കാണുന്നത്. റയൽ 26 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 54 പോയിന്റ്,
പക്ഷേ കഴിഞ്ഞ ഒരു 5 മത്സരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തോൽവി, 2 സമനില, 1 വിജയം. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ റയൽ മാഡ്രിഡ് ലലീഗയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നു. 5 മത്സരത്തിൽ 3 വിജയവും 2 സമനിലയുമായിട്ട് 56 പോയിന്റുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളത്. ബാഴ്സലോണ ടോപ്പ് ഫോമിലേക്ക് മടങ്ങി വന്നു എന്ന് ചോദിക്കേണ്ടി വരും. 5 മത്സരത്തിൽ 5 വിജയവുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. 57 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്താണ് ഇപ്പോൾ ബാഴ്സലോണ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അടുത്ത മത്സരത്തിൽ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ടേബിൾ കംപ്ലീറ്റ്ലി മറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ലലീഗയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ടൈറ്റിൽ റേസ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രീറ്റ് തന്നെയാണ്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് FA കപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കളി 1-1 സമനിലയായി പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അവിടെയും 2 ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഒഫൻസീവ്ലി ശരിക്കും പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തന്നെയാണ് കൂടുതൽ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സെൽസിന്റെ ഒരു കിഡിലം സേവോടെ 5ാമത്തെ ഷോട്ട് പെനാൽറ്റിയിൽ സേവ് ചെയ്യാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് കഴിഞ്ഞു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അവരുടെ ഈ വർഷത്തെ പെർഫോമൻസ് തന്നെയാണ്. EPL ടോപ്പ് 4 FA കപ്പിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.